നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇന്ന് വളരെ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ, എല്ലാം ഇഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത് എങ്കിൽ കൂടി നമുക്ക് അറിയാം, എല്ലാ ജോലികളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എത്രയൊക്കെ പഠിച്ചാലും ഒരു ഇൻബോൺ ടാലൻറ്റ് വേണം. ഇപ്പോൾ അധ്യാപകനാണെങ്കിൽ, സിനിമ നടനാണെങ്കിൽ, ഏതായാലും ഒരു ഇൻബോൺ ടാലൻറ്റ് എല്ലാ ജോലിക്കും ആവശ്യമാണ്. ഇപ്പോൾ ചിലപ്പം മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ചതിന് ശേഷം ഈ അവതാരകരായിട്ട് വരുന്നവർ, നമുക്കറിയാം ആങ്കർ എന്ന് പറയുന്ന ജോലി വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്കൊരു ഏറ്റവും ഒരു ഇങ്ങോട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളുടെ ഇതിലെന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും പ്രൊവോക്ക് ചെയ്താൽ, ആ രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ, ഇതിലൊക്കെ പാളിച്ച വന്നാൽ ആങ്കർ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങളായി മാറും. അവിടെ ഒരു അവതാരകൻ എത്ര ബ്രില്യൻ്റായി കാണിക്കുന്നതിൻ്റെ എക്സാമ്പിളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന രജനീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ആദ്യമുള്ള ഒരു പരിധി വരെ ഒരു 100% വീഡിയോസ് എന്ന് പറഞ്ഞാൽ 90% വീഡിയോസ് കണ്ടിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഭയങ്കര വൈറലായ നമ്മുടെ ആര്യ, ബഡായി ബംഗ്ലാവിലെ ആര്യ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്ന ആര്യ, മലയാളികൾക്ക് ആര്യയെ അറിയാത്തതായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങളൊക്കെ പറയുന്ന, വളരെ വിവാദപരമായ പല കാര്യങ്ങളും പറയുന്ന ഒരു ഇൻ്റർവ്യൂ, വളരെ വൈറലായ ഒരു ഇൻ്റർവ്യൂ ആണ് കഴിഞ്ഞ ദിവസം. ആ ഇൻ്റർവ്യൂവിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി, ഈ രജനീഷ് ചേട്ടൻ്റെ ഒരു രീതി ഏത് ആങ്കറിനും ഒന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഇദ്ദേഹം ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം താരങ്ങൾക്കും, സ്പോർട്സ് താരങ്ങൾക്കോ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്കും മാത്രമല്ല ഫാൻ ബേസ്, ആര് നന്നായി പല കാര്യങ്ങൾ ചെയ്യുന്നു അവരെല്ലാവർക്കും ഫാൻ ബേസ് ഉണ്ടാവും. അത് ഉടനടി ഉണ്ടാകുന്നതല്ല, പതുക്കെ ഫാൻ ബേസ് നമുക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ ഫാൻ ബേസിലേക്ക് വരുന്നതാണ്. അങ്ങനെയാണ് യൂട്യൂബേഴ്സ് ആയാലും എല്ലാവരും. ഇതിപ്പം നമ്മൾ പറയുന്നത് ഈ ആങ്കറായിട്ടുള്ള അല്ലെങ്കിൽ രജനീഷ് ചേട്ടനെ കുറിച്ചാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. നല്ല രസമായിട്ടാണ്. എനിക്ക് വെടി വെച്ച് കൊല്ലണമെന്നുണ്ടായിരുന്നു. സോറി, ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ നിങ്ങളൊന്ന് ശരിക്കും നോക്കിയേ. I didn't want to break down. No, it's fine. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ I'll be the happiest person in the world. എന്താ അതിനകത്ത് അഭിപ്രായം പറയുന്നത് അറിയാം. സോറി, ആര്യാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആ കണ്ട അത്രയും ഭാഗത്തും ഭയങ്കര ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആര്യ കരയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എത്ര മാത്രം സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം അദ്ദേഹം തൊഴുന്നുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ആ രീതിയിലുണ്ട്. അദ്ദേഹം കണ്ണ് നിറയുന്നുണ്ട്. ഇതെന്താണെന്നറിയാം, ഒരു ഇമോഷണൽ കോണ്ടാക്റ്റാണ്. ഒരു ആങ്കറും നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ളൊരു ഇമോഷണൽ കോണ്ടാക്റ്റ് വരിക എന്ന് പറയുന്നത് തന്നെ ഈ പഠിച്ചിട്ടുള്ള ചുമ്മാതെ കുറേ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. ഞാൻ അതിനൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പല കേസുകൾ, വിവാദപരമായ കേസുകൾ വരെ പല ആങ്കർമാരുണ്ടാക്കിയിട്ടുണ്ട്. പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ആങ്കർമാർ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് അതൊരു ന്യൂസാക്കി ഭയങ്കര സംഭവമാക്കി അതിനെ വൈറലാക്കി ചെയ്യുന്ന കാര്യമുണ്ട്. അതൊരു ഒരു മണി മോട്ടീവ് എന്ന് മാത്രം, അതിനെ നമുക്കൊരു ആങ്കർ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്നാലും അത് വേറൊരു രീതിയിൽ എൻ്റർടൈനിങ് ആയിരിക്കാം. പലർക്കും എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം അവരുടെ സംസാരങ്ങൾ മൊത്തവും കേൾക്കുക, അതിനനുസരിച്ചുള്ള റിഫ്ലക്ഷനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെയുള്ള നല്ല, നമ്മൾ പറയില്ലേ, മെച്യൂരിറ്റി വന്ന, നല്ല പതക്കം വന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതിനുള്ള ഇമോഷണലായിട്ടുള്ള, അല്ലെങ്കിൽ ചിരിക്കേണ്ടടുത്ത് ചിരിക്കുകയും ആവശ്യമില്ലാത്തടത്ത് ചിരിക്കാതിരിക്കുകയും ആവശ്യമില്ലാത്തടത്ത് പ്രൊവോക്ക് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ള ആങ്കർ. പുത്തനായിട്ട് ആങ്കറായിട്ട് പോകുന്നവർക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ ഒന്ന് കണ്ടു പഠിക്കാം എന്നുപോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു ആങ്കർ. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. ഇതിനു മുമ്പേ ഞാൻ ഇദ്ദേഹത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വേറെ എങ്ങുമല്ല, നമ്മുടെ
ഷൈൻ ടോം ചാക്കോ നമുക്കറിയാം. ഷൈൻ ടോം ചാക്കോ എനിക്ക് പേഴ്സണലായിട്ട് കുറേ ഇഷ്ടമാണ്. ഇദ്ദേഹം ഇച്ചിരി ഈ പറഞ്ഞ പോലെ പ്രൊവോക്കിങ് ആയി ഇച്ചിരി വിരളിയൊക്കെ ആണെന്ന് കാണിച്ചാലും ചില സംസാരിക്കുന്ന പോയിന്റുകളൊക്കെ നല്ല ബ്രില്യൻറ്റ് പോയിന്റുകൾ, നമുക്ക് ഉത്തരം പറയാൻ ഇച്ചിരി പാടാം. നല്ല രീതിയിൽ സംസാരിക്കും. നല്ല ആങ്കർമാരാണെങ്കിൽ അതിനെ നന്നായിട്ട് ഡീൽ ചെയ്യും. ഇവിടെയും ഒരു സംഭവം, ഇദ്ദേഹം രജനീഷ് ചേട്ടൻ ഇൻ്റർവ്യൂ ചെയ്ത ഷൈൻ ടോം ചാക്കോയെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊരു സംഭവം ഉണ്ടായി. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ രണ്ടും കൂടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കൃത്യമായി എത്ര നല്ല ആങ്കർ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് നോക്കാം. മതത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടില്ല നമുക്ക് ജനിക്കാൻ പറ്റുള്ളൂ. മതമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ഒരു മതത്തിലും പെടാതെ ജനിക്കാൻ പറ്റില്ലല്ലോ. ജനിക്കാം. എത്തിസ്റ്റുകളുടെ മക്കൾ അങ്ങനെയായിട്ട് ജനിക്കാം. അങ്ങനെ എത്തിസ്റ്റുകളുടെ മക്കൾ എന്ന് പറയാൻ ആരെങ്കിലും കാണിച്ചു അങ്ങനെ ഒരു മതത്തിലും പെടാതെ ജനിക്കാൻ? അച്ഛനമ്മ ഏതെങ്കിലും മതത്തിൽ പെട്ടതായിരിക്കില്ലേ? ഇല്ല, ഇപ്പൊ എന്റെ മോള് എന്തായാലും എത്തിസ്റ്റിന്റെ. പക്ഷെ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത്? അല്ല, അത് തിരയേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞ. അപ്പൊ പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം അങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ ചോദിക്കണത് നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത്? വിശ്വാസം ഇപ്പോ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത്? അല്ല, അത് ഇപ്പൊ അടിസ്ഥാനമില്ല. അതിന്റെ അടിസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു ഉത്തരം പറയില്ലേ. നീ ഏത് മതത്തിലാണ് ജനിച്ചു? നിങ്ങള്? എനിക്ക് മതമില്ല. മതം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, ജനിച്ചിണ്ടാവില്ല ഏതെങ്കിലും മതത്തില്. ഉണ്ടാവും. അച്ഛനമ്മ ഏത് മതത്തിലായിരുന്നു? അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പറയാം. അതുകൊണ്ട് ഞാൻ ഇനി ഒരു പരിപാടി മതം പറഞ്ഞിട്ട് പോയത് എന്റെ മതി. നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് ഏത് മതത്തിലാണ് ജനിച്ചത്? എനിക്ക് മതം ഇല്ല. എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഷൈൻ ടോം ചാക്കോ ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരാളാണ്. വളരെ ശ്രദ്ധിച്ച് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആളാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇതേ മതത്തെക്കുറിച്ച് ചോദിച്ചു. ഇത് ഈ രജനീഷേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മതത്തെക്കുറിച്ച് സംസാരങ്ങളായി. നമുക്കറിയാം അവിടെ ഏറ്റവും നല്ലൊരു അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടാൽ നല്ല ഇൻ്റർവ്യൂ. കാരണം അവരുടെ ഫാമിലി മൊത്തമുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ഇതുവരെയും കാണാത്തൊരു മുഖം നമുക്ക് അവിടെ കാണാം. പലരുടെയും ഫാമിലിയിലോട്ട് കയറി ചെന്ന് ആ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിനകത്ത് ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ വളരെ സോറി എന്നെ ഇവിടെ കട്ട് ചെയ്യണേ. ഷൈൻ ടോം ചാക്കോയുടെ ഫാമിലിയുടെ മമ്മിയും പപ്പയും ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ഇൻ്റർവ്യൂ ആണ്. അന്നേരം അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗത്തോട് ആവുമ്പോഴാണ് ഈ മതത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പം ഇദ്ദേഹം ഈ ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട്, മതം എന്നാ പറ, അച്ഛൻ്റെ അമ്മയുടെ മതം പറ, എന്നാൽ അല്ലെങ്കിൽ ഞാൻ ഈ ഇൻ്റർവ്യൂ ഇവിടെ വെച്ച് ഇതാക്കും. അന്നൊരു ചിരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അത് എനിക്ക് വെളിപ്പെടുത്താനാവുന്നില്ല. വളരെ 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 കാം, എന്നാൽ ഷാർപ്പാണ് അടുത്ത് ഷാർപ്പാണ്, എന്നാൽ പ്രൊവോക്ക് ചെയ്യുന്നില്ല. അന്നേരം ക്വാളിറ്റീസ് ഓഫ് ആൻ ആങ്കർ, നമ്മൾ ഒരാളുടെ ഒരു അവതാരകൻ്റെ ക്വാളിറ്റീസ് നമുക്ക് തന്നെ മനസ്സിലാകുകയും നമ്മളൊരു ഫാൻ ബേസ് ആകുകയും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട്. അതാണ് ഞാൻ രണ്ടെണ്ണവും ഒരേപോലെ കാണിച്ചത്. ഇപ്പോൾ ആര്യയുടെ ഇമോഷണലായിരുന്നു, മറ്റേത് ഒരാൾ പ്രൊവോക്ക് ചെയ്യുന്നിടത്തും ഇദ്ദേഹത്തിൻ്റെ ഏത് രീതിയിലാണ് ഇദ്ദേഹം ഒരു മിടുക്കനായ ആങ്കറായി മാറുന്നത്. ഇങ്ങനെയുള്ള ആങ്കർമാരാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങളായ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാം. എൻ്റർടൈൻമെൻ്റ് ആണ്, അതെല്ലാം എൻ്റർടൈൻമെൻ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ, ഈ രണ്ട് വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് നല്ലൊരു ആങ്കർ എനിക്ക് വളരെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും രജനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രജനീഷ് നമ്മുടെ മൂത്തൊരു ആളായിരിക്കും. രജനീഷ് ചേട്ടന് അടിപൊളി ഒരു സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. ഇനി നല്ല നല്ല വീഡിയോസ് അദ്ദേഹം ചെയ്യട്ടെ, നല്ല നല്ല ഇൻ്റർവ്യൂകൾ അദ്ദേഹം ചെയ്യട്ടെ, നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാക്കി നല്ല രീതിയിൽ മുന്നോട്ട് അദ്ദേഹം പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.